കാർത്തി, കാർത്തി, നീ എന്താ നല്ല ഉറക്കമാണല്ലോ, ഇതുവരെ ആയിട്ടും എണീറ്റില്ലേ? കാർത്തി, നേരം വെളുത്തു, നീ എന്താ ഇതുവരെ എണീക്കാത്തെ? എണീക്ക് കാർത്തി. ഷോ, ഇതെന്തൊരു ഉറക്കാ കാർത്തി. എണീക്ക് കാർത്തി, എണീക്ക്, എണീക്ക് കാർത്തി. എന്റെ ഉറക്കം കഴിഞ്ഞില്ലായിരുന്നു ചിമ്പു ഇതുവരെ. അതെന്താ കാർത്തി? കളി കണ്ട് കണ്ട് ഒരു 4 മണിയായി ഉറങ്ങിയപ്പോൾ. അതുകൊണ്ട് എനിക്ക് എണീക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ചിമ്പു. അല്ല ചിമ്പു, നീ ഇന്നലെ കളി കാണാൻ വന്നില്ലേ? നിന്നെ ഞാൻ അവിടെയൊന്നും കണ്ടില്ലല്ലോ. കാർത്തി, ഒന്നും പറയണ്ട. ഞാൻ ഇന്നലെ കളി കാണാനായി എല്ലാം ഒരുങ്ങിയിരുന്നതാ. ഞാനാണെങ്കിൽ ആ മലയുടെ മുകളിലെ മരത്തിന്റെ മുകളിലായിരുന്നു ഇരുന്നത്. വരണ്ട സമയമൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ അങ്ങ് ഉറങ്ങിപ്പോയി. എന്നെ പിന്നെ വിളിച്ചെണീപ്പിക്കാൻ ആരാ? പിന്നെ ഞാൻ വിചാരിച്ചു നിങ്ങളെല്ലാവരും വരുമ്പോഴത്തേക്കും ഞാൻ വന്നാൽ മതിയല്ലോ എന്ന്. ഞാൻ അവിടെ ഇരുന്ന് ഉറങ്ങിപ്പോയി കാർത്തി. നീയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യായിരുന്നു. എന്തായാലും നീ വിശേഷങ്ങളൊക്കെ പറയും. ആഹാ, പഴമൊക്കെ ഉണ്ടല്ലോ നിന്റെ കയ്യില്. നിനക്ക് എവിടെന്നാ രാവിലെ തന്നെ പഴം കിട്ടിയത്? അത് സ്പൈഡി വന്നപ്പോ കൊണ്ട് തന്നതാ. സ്പൈഡി നിനക്കും തന്നതാണല്ലോ. അതൊക്കെ എപ്പോഴേ തീർന്നു. എനിക്ക് വിശന്നപ്പോ ഞാൻ അത് കഴിച്ച് തീർത്തു. സ്പൈഡി നാട്ടിൽ നിന്ന് വരുമ്പോ പഴം കൊണ്ടുവരുന്നത് കൊണ്ട് വല്ലപ്പോഴുമല്ലേ കഴിക്കാൻ കിട്ടുന്നത്. അപ്പൊ പിന്നെ കിട്ടുമ്പോ തന്നെ കൊതി കൊണ്ട് ഞാൻ അതങ്ങ് കഴിച്ചു തീർക്കും. ഇവിടെ ഇപ്പോ കരടിച്ചേട്ടന്റെ വാഴത്തോപ്പിന്ന് മാത്രമേ പഴം കിട്ടാനുള്ളൂ. പിന്നെ പഴം കിട്ടണമെങ്കിൽ നാട്ടിൽ നിന്നും സ്പൈഡി വരണം. അല്ല ചിമ്പു, നീ ഇതുവരെ തീർത്തില്ലേ? കാർത്തി, തീർന്നു. ഇനി ഏതും കൂടെ ഉള്ളൂ. കണ്ടപ്പോ കൊതി തോന്നി എടുത്തോണ്ട് വന്നതാ. പിന്നെ ഇതും കൂടെ കഴിഞ്ഞു. എന്നാ നീയും കുറച്ച് കഴിച്ചോ. വേണ്ട, ഞാനിപ്പോ എണീറ്റല്ലേ ഉള്ളൂ. ഇനി കുറച്ച് കഴിഞ്ഞെന്തെങ്കിലും കഴിക്കാം. ഞാൻ വരുന്ന വഴിക്ക് നമ്മുടെ റാബിയും കൂട്ടുകാരെയും കണ്ടു. അവർ കളസ്ഥലത്ത് കളിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. നിന്നെ കൂട്ടിക്കൊണ്ട് വരാൻ എന്നെ പറഞ്ഞു വിട്ടതാ. അപ്പോഴാണ് അവന്റെ ഒരു ഉറക്കം. നീ പോയി റെഡി ആയിട്ട് വന്നേ കാർത്തി. എന്നിട്ട് നീ എന്താ വന്നപ്പോ പറയാഞ്ഞേ? അത് പിന്നെ ഫുട്ബോൾ വിശേഷം തുടങ്ങിയപ്പോൾ ഇത് മറന്നുപോയി. ഞങ്ങൾ ഒരുപാട് കളികൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതെയോ? ഞാൻ റെഡിയായി ഇപ്പൊ വന്നേക്കാം. നീ അങ്ങോട്ട് ചെല്ല്. വേഗം വന്നേക്കണം. ഞാൻ പോട്ടെ എന്നാ. ശരി, ഇനി നമുക്ക് കളി സ്ഥലത്ത് വെച്ച് കാണാം. കൂട്ടുകാരെ, അപ്പൊ ഞങ്ങളുടെ വ്യത്യസ്തമായ കളികൾ കാണാൻ നിങ്ങളും ഉണ്ടാവുമല്ലോ. അപ്പൊ ഞാൻ വേഗം റെഡിയായി കളി സ്ഥലത്തേക്ക് പോകട്ടെ. ബൈ കൂട്ടുകാരെ.